മണി 1:15. ബ്രദർ പറഞ്ഞു നമുക്കൊരു നൈറ്റ് ഡ്രൈവ് പോകണം. റെഡി 1, 2, 3 ഞങ്ങളെല്ലാവരും വണ്ടി കയറി. വണ്ടി കൊള്ളാവുന്നവരൊക്കെ പിടിച്ച് കയറ്റി ഞങ്ങളെല്ലാവരും കൂടി ഒരു പോക്ക് പോകാൻ കേട്ടോ. ആലുവയിൽ രാത്രി 1:30 തുറക്കുന്ന ഒരു പരിപ്പുവടയുടെ കടയുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നത്. പക്ഷേ പരിപ്പുവട മാത്രമല്ല അവിടെ ഉള്ളത്, സുഖിയൻ, ബ്രെഡ് പൊരിച്ചത് ആദ്യമായൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ ബ്രെഡായിരുന്നു പൊരിച്ചുകൊണ്ടിരുന്നത്. പരിപ്പുവട, ഉണ്ടംപൊരി, പത്തിരി പൊരിച്ചത്, സുഖിയൻ, ഈ വക സാധനങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഷെൽഫിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ബ്രെഡാണ് പൊരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും ഒരേ പരിപ്പുവടയും ബ്രെഡ് വെച്ചതും ഒക്കെ ട്രൈ ചെയ്തു. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ആ ചൂട്ടോടുകൂടി തന്നെ വന്ന് കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് സൂപ്പറാണ്. ഇത് ഹോൾസെയിലായിട്ട് ഇവർ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ അടുത്തുള്ള ചായക്കടകളിലേക്ക്, ആ ഒരു ഏരിയയിലേക്ക് മൊത്തത്തിൽ കൊണ്ടുപോകുന്ന ഇവിടുന്നാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ അങ്ങനെ എറണാകുളത്തേക്ക് വെച്ച് പിടിച്ചു. ഇതേ മമ്മൂട്ടിയുടെ വീടാണിട്ടത്. ഇതാണ് ഇപ്പം ആഡൊക്കെ കാണുന്നത്. നിങ്ങൾക്ക് മമ്മൂട്ടിയുടെ വീട്ടിൽ കിടക്കാം എന്നൊക്കെ പറഞ്ഞ ആഡ് കാണില്ല, അതാണ് ഈ വീട്. അത് കഴിഞ്ഞ് മമ്മൂട്ടിയുടെ കാരവനാണ് അത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഐലവ് കൊച്ചി കണ്ടെയ്നർ റോഡിലേക്കൊക്കെ പോവാണ്. കുറേ നാളായിട്ടുണ്ട് ഞാൻ എറണാകുളം ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിപ്പം പരിപ്പടയൊക്കെ തിന്നാണെന്നുള്ളൊരു ബോധമൊന്നുമില്ല. ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചടിച്ച് കയറ്റണം എല്ലാവരും കൂടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളവിടുന്ന് എന്തൊക്കെയോ അതേപോലെ അങ്ങനെ കുണസ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പക്ഷെ നല്ലൊരു വൈബായിരുന്നു. ഞങ്ങൾ ചായക്കടയിൽ നിൽക്കുമ്പോൾ നല്ലൊരു മഴ പെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈ കണ്ടെയ്നർ റോഡിലെത്തി കഴിഞ്ഞപ്പോൾ മഴയൊക്കെ മാറി ഇത്തിരി നല്ല കാറ്റും നല്ലൊരു സുഖമുള്ള അന്തരീക്ഷമായിരുന്നു കേട്ടോ. കണ്ട എല്ലാവരും ഡ്രസ്സുകൾ ഇങ്ങനെ ആടിയിലൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി കയറിയിട്ട് മക്കൾക്ക് കാപ്പി സ്ട്രീറ്റിൽ നിന്ന് ഡബിൾ ചോക്ലേറ്റ് കോഫി അങ്ങനെ എന്തോ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി. അവിടെ ഇറങ്ങി അവനത് ഓർഡർ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കയറി ചെന്നതും ഭയങ്കര മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ അട്ടാറ് മഴ. അതൊക്കെ കഴിച്ചു ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ 3:30, 3:45 അടുത്തെത്തിയിട്ടുണ്ട്.